കേരളത്തിൽ ഒരു എംഎൽഎക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിമാസം എത്ര രൂപ എംഎൽഎക്ക് സർക്കാർ നൽകുന്നുണ്ട്? കണക്കു നോക്കാം. ശമ്പളം എന്ന പേരിൽ നൽകുന്ന ഫിക്സഡ് അലവൻസ് നിലവിൽ 2000 രൂപയാണ്. എന്നാൽ മറ്റ് അലവൻസുകൾ വേറെയുണ്ട്. നിയോജക മണ്ഡല അലവൻസായി 25,000 രൂപ ലഭിക്കും. ഫോൺ വാടക ഇനത്തിൽ അനുവദിച്ചിരിക്കുന്നത് 11,000 രൂപയാണ്. ഇൻഫർമേഷൻ അലവൻസ് 4,000 രൂപയും സൽക്കാരത്തിനും മറ്റുമുള്ള അലവൻസ് 8,000 രൂപയും ലഭിക്കും. 20,000 രൂപ കുറഞ്ഞത് യാത്രാഭത്യായി കിട്ടും. അങ്ങനെ ആകെ അലവൻസ് ഒരു എംഎൽഎക്ക് പ്രതിമാസം കിട്ടുന്നത് 70,000 രൂപയാണ്. എംഎൽഎ ഹോസ്റ്റൽ മുറി വാടകയായി 50 രൂപയാണ് പ്രതിമാസം ഈടാക്കുന്നത്. പുതിയ എംഎൽഎ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് മുറിയെങ്കിൽ പ്രതിമാസം 100 രൂപയാണ് വാടക. യാത്രാഭത്യയും ഡിഎയും എങ്ങനെയെന്നും എത്രയെന്നും നോക്കാം. റോഡ് യാത്രയ്ക്ക് കേരളത്തിലും പുറത്തും കിലോമീറ്ററിന് 10 രൂപ. ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് AC ടിക്കറ്റ് നിരക്കിനൊപ്പം കിലോമീറ്ററിന് 25 പൈസ വീതവും ലഭിക്കും. ദൂരപരിധി റോഡ് റെയിൽ യാത്രകൾക്കില്ല. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനും ട്രെയിൻ യാത്രാ കൂപ്പൺ ഇനത്തിലുമായി പ്രതിവർഷം 4 ലക്ഷം രൂപ വരെ അനുവദിക്കും. യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിമാനയാത്രക്കൂലി പ്രതിവർഷം 50,000 രൂപ വരെയാണ് കിട്ടുക. നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രതിദിനം 1000 രൂപയാണ് അലവൻസ്. കേരളത്തിന് പുറത്താണെങ്കിൽ പ്രതിദിനം 1200 രൂപയാണ് അലവൻസ്. KSRTC ബസ്സിലും ബോട്ടിലുമെല്ലാം യാത്ര എംഎൽഎക്ക് സൗജന്യമാണ്. ചികിത്സാ ചെലവ് സർക്കാർ നൽകും. 10 ലക്ഷം രൂപ വരെ പലിശരഹിത വാഹന വായ്പ കിട്ടും. ഭവന വായ്പ അഡ്വാൻസ് 20 ലക്ഷം വരെ അനുവദിക്കും. പുസ്തകങ്ങൾ വാങ്ങാൻ പ്രതിവർഷം 15,000 രൂപയാണ് ഒരു എംഎൽഎക്ക് നൽകുന്നത്. അപകട ഇൻഷുറൻസ് 20 ലക്ഷം രൂപ വരെ സർക്കാർ ചെലവിൽ നൽകും. അണ്ടർ സെക്രട്ടറി റാങ്ക് വരെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. 20,000 രൂപ സ്റ്റാഫ് അലവൻസായി ഇതിന് അനുവദിക്കും. നിയമസഭാ സാമാജികർക്ക് പെൻഷനുണ്ട്. 5 വർഷം കാലാവധി തികച്ച ഒരു അംഗത്തിന് പ്രതിമാസം 20,000 രൂപയാണ് പെൻഷൻ. 4 വർഷം